am Vivi Arun, life coach, mind power trainer and special parent motivator. ഇന്ന് നമ്മുടെ മൈൻഡ് റീസെറ്റ് ചാലഞ്ച് ഡേ നമ്പർ 30 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ അടുത്ത് വരികയാണ്. ഇനിയൊരു ഒരു ദിവസം കൂടെ കഴിഞ്ഞ് ന്യൂ ഇയർ ആണ്. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കും ചില ആൾക്കാർ. നാളെ തൊട്ട് ഞാൻ നന്നാവും, 1-ാം തീയതി തൊട്ട് ഞാൻ ഇന്നത് ചെയ്യും, മറ്റേത് ചെയ്യും, അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും, ഒരു 2 ഡേയ്സ് അല്ലെങ്കിൽ 4 ഡേയ്സ് ചെയ്യും, പിന്നെ അതങ്ങ് വിട്ടുകളയും. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ആവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ സാധാരണയായിട്ട് 6 മണിക്കാണ് എണീക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഞാൻ 1-ാം തീയതി തൊട്ട് നന്നാവും, ഞാൻ 4 മണിക്ക് എണീക്കും, ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, അത് ഇത് ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ ഒരു 2 ദിവസം നടക്കും, പിന്നെ അത് നടക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പറ്റാവുന്നത്, ഇപ്പം നമ്മൾ 6 മണിക്കാണ് എണീക്കുന്നത് വിചാരിച്ചു. അപ്പം 1-ാം തീയതി തൊട്ട് നമ്മൾ 5:30-ക്ക് എണീക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? 5:30-ക്ക് എണീക്കുക. പിന്നെ ഒരു 2 വീക്സിന് ശേഷം ഒരു 5 മണിക്ക് എണീക്കുക. അങ്ങനെ വളരെ പതുക്കെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഹാബിറ്റ് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരു ദിവസം 4 മണിക്ക് എണീക്കാനോ 3 മണിക്ക് എണീക്കാനോ 3:30-ക്ക് എണീക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വളരെ പതുക്കെ നമുക്ക് നേരത്തെ ആക്കി നമുക്കൊരു 5 മണിക്ക് 4:30-ക്കൊക്കെ എണീക്കാൻ കഴിയും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതാണ് ഇന്നത്തെ ചലഞ്ച്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്